അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മൗനികളെ. സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരും ഉമ്മമാരുമുള്ള ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു പോകുന്നത്. ആ ഒരു രാജ്യത്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഇത് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കേട്ടപ്പോൾ ഒരുപാട് ഓർത്തോർത്ത് കരഞ്ഞുപോയ സംഭവമാണിത്. ഈ ഒരു അമ്മയും മക്കളും നമ്മളൊക്കെ ന്യൂസിൽ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് സ്വിമ്മിംഗ് പൂളിലായിരുന്നു ഇവർ മരണപ്പെട്ടത്. ആത്മഹത്യ എന്നൊക്കെയാണ് നമ്മളൊക്കെ ധരിച്ചിരുന്നത്. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഇന്ന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുള്ള നാടാണ് നമ്മുടെ നാടൊക്കെ. നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മുടെ നിയമം അത്രക്ക് ശക്തമാണ്. അഭിമാനമുണ്ട്. അവരുടെ വേദനയാണ് ഇന്ന് പടച്ചിറപ്പ് കണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ട വാർത്ത ഇങ്ങനെയായിരുന്നു. ഗർഭിണിയായ അമ്മയും 2 മക്കളും സ്വിമ്മിംഗ് പൂളിൽ കാലുവഴുതി വീണ് മരണപ്പെട്ടു എന്നായിരുന്നു. തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ അമ്മ യാത്രയാകുമ്പോൾ ബാക്കിയാകുന്നത് നീറുന്ന ചോദ്യങ്ങളായിരുന്നു. അതിനാണ് നമുക്കിവിടെ ഉത്തരം ലഭിക്കേണ്ടത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് എന്ന ഈ അസറുദ്ദീൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ അവർ കാലുവഴുതി വീണതായിരുന്നു എന്നാണ്. എന്നാൽ ഫർഹത്തിൻ്റെ പിതാവിൻ്റെ വാക്കുകളാണ് എല്ലാവരെയും സംശയത്തിൻ്റെ മുൻമുനയിൽ എത്തിച്ചത്. സംഭവം ഇങ്ങനെയായിരുന്നു. ഫർഹത്ത് പ്രസവിച്ച 2 മക്കളും പെൺമക്കളായിരുന്നു. ഇനിയൊരു പെൺകുഞ്ഞ് വേണ്ട എന്നായിരുന്നു ഭർത്താവായ അസറുദ്ദീൻ്റെ തീരുമാനവും ഷാഠ്യവും. അതിനെ ചൊല്ലിയായിരുന്നു വഴക്കിട്ടിരുന്നത്. അങ്ങനെ ഈ 3ാമത്തെ ഗർഭം അലസിപ്പിക്കുവാൻ വേണ്ടി ഇയാൾ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. അതുമാത്രമല്ല, ജനിച്ച ഈ 2 മക്കളുടെ ഗർഭസമയത്തും ഇയാൾ ഇതേ പ്രകടനം നടത്തിയിരുന്നു. പെണ്ണാണെന്ന് അറിഞ്ഞതോടുകൂടി ഗർഭം അലസിപ്പിക്കാൻ ഇയാൾ ഭാര്യയെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിനെ ചൊല്ലി ഈ കുട്ടികൾ ജനിക്കും മുമ്പേ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സംശയത്തിൻ്റെ പേരിലായിരുന്നു നമ്മുടെ പോലീസിൻ്റെ വിദഗ്ധമായ ചോദ്യത്തിൽ എല്ലാം തെളിഞ്ഞിരിക്കുന്നത്. ഇയാളുടെ സംഭവം നമ്മൾ സംശയിച്ചത് തന്നെ. എങ്ങനെയാണോ ഇതൊക്കെ സാധിക്കുന്നത്? ഇയാൾ ചെയ്തിരിക്കുന്നത് കൊടും ക്രൂരത തന്നെയാണ്. ഇയാൾ എന്തിനാണ് വിവാഹം കഴിച്ചത്? ലൈംഗിക സുഖം ആസ്വദിക്കാനോ? ആ 2 മക്കളെ എങ്ങനെ ഇയാൾക്ക് സാധിച്ചു? ആൺകുട്ടികളില്ലാത്ത ദേഷ്യമാണ് ഇയാളെ ഇതിനെയൊക്കെ പ്രേരിപ്പിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ തന്നെയാണല്ലോ അവസാനം വരിക. അസറുദ്ദീനും ഫർഹത്തും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇയാൾക്കൊറ്റ നിർബന്ധമായിരുന്നു ആൺകുട്ടികളെ വേണമെന്നത്. പക്ഷേ പ്രസവിച്ച 2 പെൺകുഞ്ഞ്. അങ്ങനെ 3ാമതും ഇയാൾ ശ്രമിക്കുകയാണ് ഒരു ആൺകുഞ്ഞിന് വേണ്ടി. അങ്ങനെ ഫർഹത്ത് 3ാമതും ഗർഭിണിയായപ്പോൾ അതും പെൺകുഞ്ഞാണെന്നറിഞ്ഞതോടുകൂടിയാണ് ഇയാളുടെ ആകെ മാനസിക നില തന്നെ തെറ്റിപ്പോയത്. അങ്ങനെയാണ് അതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ ഇയാൾ ഭാര്യയെ ഒരുപാട് നിർബന്ധിച്ചു. ഭാര്യ അതിന് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഗർഭപാത്രം വിറ്റിട്ടായാലും മാതാവ് മക്കളെ നോക്കും. അങ്ങനെയുള്ള മാതാവിനോടാണ് ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്, കൊല്ലാൻ വേണ്ടി പറയുന്നത്. ഇതിന് വഴങ്ങാതിരുന്നതാണ് അസറുദ്ദീനെ ഈ ഒരു കൊടും ക്രൂരതയ്ക്ക് നയിച്ചത്. കൃത്യം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വച്ചിരുന്നു. എല്ലാം പ്ലാൻഡ് ആയിരുന്നു. കൃത്യം നടത്തുന്നതിന് മുമ്പായി അസറുദ്ദീൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള എല്ലാ CCTV ക്യാമറയും ഇയാൾ നശിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊടും ക്രൂരകൃത്യം ഇയാൾ ചെയ്തത്. സ്വിമ്മിംഗ് പൂളിൽ ഗർഭിണിയായ ഭാര്യയെയും മക്കളെയും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. നീന്തൽ കുളത്തിൽ മുക്കിക്കൊന്നു ഈ ഒരു പരമച്ചറ്റ. അങ്ങനെ തന്നെ വിളിക്കും ഞാൻ, മുഹമ്മദ് അസറുദ്ദീൻ. ഇതൊക്കെ തെളിഞ്ഞിരിക്കുന്നത് നമ്മുടെ പോലീസിൻ്റെ മിടുക്ക് തന്നെയാണ്. മണി പോലെയല്ലേ പോലീസിനോട് എല്ലാം തുറന്നു പറയേണ്ടി വന്നത്. ആൺകുട്ടികളില്ലാത്ത ദേഷ്യമാണ് ആ പിഞ്ചു മക്കളോട് വരെ കാണിച്ചത്. മരണപ്പെട്ടിരിക്കുന്നത് ഭാര്യ ഫർഹാത്ത് 28 വയസ്സ്, മകളായ ഹുമേര 8 വയസ്സ്, പിന്നെ ആയിഷ മോള് 6 വയസ്സ് എന്നിവരെയാണ് ഇവൻ കൊന്നുകളഞ്ഞത്. പടച്ചറബ്ബ് ആ മാതാവിനും ആ മക്കൾക്കും സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മൃഗത്തിൻ്റെ മുന്നിലാണ് ബലിയാടായി പോയത്. പടച്ചറബ്ബ് ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ഇവന്മാരെയൊക്കെ കൊന്നുകളയരുത്. നരകിച്ച് ജീവിക്കാൻ അനുവദിക്കണം. മരിക്കാനും സമ്മതിക്കരുത്, ജീവിക്കാനും സമ്മതിക്കരുത്. അങ്ങനെയുള്ള ശിക്ഷയാണ് ഇവർമാർക്കൊക്കെ കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കണമെങ്കിൽ 12 വർഷം പിറകോട്ട് നമ്മൾ പോവേണ്ടി വരും. നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച ആ ഒരു വാർത്ത
മലപ്പുറം ജില്ലയിലെ അരീക്കോട് നടന്ന ആ ഒരു സംഭവം 12 വർഷം മുമ്പ് ഒരു പെരുന്നാളിന്റെ തലേ ദിവസം നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടുന്ന വാർത്തയാണ് അന്ന് പെരുന്നാളിന് രാവിലെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അന്നത്തെ ആ പെരുന്നാൾ ദിവസം നമ്മുടെയൊക്കെ മനസ്സ് തേങ്ങുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയില്ല, മറക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് കരുതുന്നു. ഇതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ സാബിറ എന്ന ആ ഒരു സഹോദരിയെയും 2 പിഞ്ചു മക്കളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞ ഈ ഒരു ഹെമാറിനെ ഇന്ന് പോലീസ് പൊക്കിയിരിക്കുകയാണ്. സംഭവം നടത്തിയിട്ട് 12 വർഷമായി. നല്ല ഈമാൻ തുടിക്കുന്ന മുഖം, താടിയുമുണ്ട്, തൊപ്പിയുമുണ്ട്, വെള്ള വസ്ത്രവും. അവൻ ചെയ്ത ക്രൂരകൃത്യം പ്രിയപ്പെട്ടവരെ വേഷത്തിലല്ല കാര്യം. പടച്ചിറപ്പ് അവൻ്റെ മനസ്സാണ്, അവൻ്റെ ഹൃദയമാണ് നോക്കുന്നത്. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ സ്വന്തം ഉമ്മക്ക് പോലും പറ്റുന്നില്ല, പിന്നെയാണ് ഒരാളുടെ വേഷം കൊണ്ട് നമുക്ക് അവനെ അളക്കാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് അതിൻ്റെ പാഠം. എത്ര വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളന്ന് കേട്ടത്. ഇയാൾ കൊന്നത് മറ്റേ സംഭവം പറഞ്ഞതുപോലെയല്ല, പണത്തിന് വേണ്ടിയായിരുന്നു. ആൺകുട്ടി ഇല്ലാത്തത് കൊണ്ടല്ല 2 മക്കളെയും ഭാര്യയെയും ഇയാൾ കൊന്നത്. വളരെ പ്ലാന്റഡ് ആയിരുന്നു. ഇതുപോലുള്ള കൊലപാതകങ്ങൾ സിനിമയിൽ മാത്രമേ നടക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. ഇയാളോട് കാലം കണക്ക് ചോദിച്ചിരിക്കുകയാണ്. ഒരു പെണ്ണിന്റെ കണ്ണീരാണ് പടച്ചിറപ്പ് അവിടെ കണ്ടത്. ആ മനം നൊന്നുള്ള ആ ഒരു വേദനയാണ് പടച്ചിറപ്പ് കണ്ടത്. ഈ ദുനിയാവിൽ നിന്നും ശിക്ഷ അനുഭവിച്ചേ നിനക്ക് അവിടെയുള്ള ശിക്ഷ പടച്ചിറപ്പ് നൽകുള്ളൂ. പെരുന്നാളിന് പുതിയ ഉടുപ്പിട്ട് ഉമ്മയോടൊപ്പം കൈപിടിച്ച് നടക്കുന്ന സ്വപ്നം കണ്ട ആ മക്കളെ എങ്ങനെയാണോ നിനക്ക് കൊല്ലാൻ മനസ്സനുവദിച്ചത്? ആ പിഞ്ചു മക്കളെ ആ പാതിരാത്രി ഒരു മൺകൂനയിലെ വെള്ളക്കെട്ടിൽ തള്ളിയിട്ട് മുക്കിക്കൊല്ലുമ്പോൾ ഒരു ഉപ്പയായ നിന്റെ മനസ്സ് പിടഞ്ഞില്ലടോ. അന്ന് ഇയാൾ കള്ളക്കഥകൾ ഉണ്ടാക്കിയതായിരുന്നു. പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ പോയത് തന്നെയായിരുന്നു. തിരിച്ചു വരുന്നത് നാട് മൊത്തം ചുറ്റിയായിരുന്നു. ഏറെ സന്തോഷത്തിലായിരുന്നു ഭാര്യയും മക്കളും. നാളെ പെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ്. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വാങ്ങിച്ചിട്ട് പലയിടങ്ങളിലും ചുറ്റിക്കറങ്ങി പാതിരാത്രിയായിരുന്നു ഈ സംഭവം നടത്തുന്നത്. എല്ലാം പ്ലാന്റഡ് ആയിരുന്നു. അറിയാത്ത വഴികളിലൂടെയായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്നത്. ഒരു പാറക്കെട്ടിലേക്ക് തള്ളിയിടുകയായിരുന്നു. ആ പിഞ്ചു മക്കളുടെ മരണം കണ്ടിട്ട് നിനക്കെങ്ങനെയാണോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റിയത്? അതിലേക്ക് തള്ളിയിടുമ്പോൾ ഉപ്പയായ നിന്റെ കൈ വിറക്കാതിരുന്നത് എന്തടാ? അങ്ങനെ സംശയാധീനം കുറച്ചു മാസങ്ങൾ ഇയാൾ ജയിലിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ജയിലിൽ നിന്നും ഇയാൾക്ക് ജാമ്യം ലഭിച്ച് പിന്നെ ഇയാൾ മുങ്ങുകയായിരുന്നു എവിടെയൊക്കെയോ. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കേരള പോലീസ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇയാളെ അങ്ങ് കർണാടകയിൽ നിന്നാണ് ഇയാളെ പൊക്കിയിരിക്കുന്നത്. ഇയാളുടെ ഈ ഒരു കൊലപാതകം എല്ലാം ആസൂത്രണമായിരുന്നു. മാസങ്ങളോളമുള്ള പ്ലാനിംഗ് ആയിരുന്നു ഇയാളുടെ. പല ആസൂത്രണങ്ങളായിരുന്നു മനസ്സിൽ. ഭാര്യയുടെ പേരിൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു. പിന്നെ വേറൊരു വിവാഹം കഴിക്കാനുള്ള മോഹവും, 10 ലക്ഷം രൂപയും വേറൊരു വിവാഹം കഴിക്കാനുള്ള മോഹവും ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല ദീനിയായ മനുഷ്യൻ, എങ്ങനെ തോന്നിയടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇതായിരുന്നോ നിന്റെ ദീന് നിന്നെ പഠിപ്പിച്ചത്? ദീനിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ജാഹില്, അങ്ങനെ തന്നെ വിളിക്കും ഞാൻ. പിന്നെ നിന്നെയൊക്കെ സ്വാലിങ്ങളെന്ന് വിളിക്കണോ? ലജ്ജ തോന്നുന്നടോ, ലജ്ജ. പെരുന്നാളിന് പുതുവസ്ത്രവും ധരിച്ച് ഗമയിൽ നടക്കുന്നതും സ്വപ്നം കണ്ട ആ മക്കളെ എങ്ങനെ തോന്നിയടോ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ? ഇവനെ കൊല്ലരുത്, ഇവനെ ജീവിക്കാനും അനുവദിക്കരുത്. നരകിച്ച് മരിക്കണം, നരകിച്ച്. ഇവന്റെയൊക്കെ ശിക്ഷ കണ്ടിട്ടാവണം മറ്റുള്ളവരും കൂടി പഠിക്കേണ്ടത്. ഒരു പെണ്ണിനും 10 ലക്ഷം രൂപക്കും വേണ്ടിയാണ് ഈ ഹെമാർ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. അങ്ങനെ 12 വർഷത്തോളം നമ്മുടെ നിയമം ഇയാളെയും അന്വേഷിച്ച് ഇയാളുടെ പുറകെ ഉണ്ടായിരുന്നു. പോലീസുകാരെ സമ്മതിച്ചേ മതിയാകൂ. പടച്ചിറപ്പ് മരണപ്പെട്ട ആ ഉമ്മക്കും മക്കൾക്കും സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കുമാറാകട്ടെ. പടച്ചിറപ്പേ, ആ ഉമ്മക്കും മക്കൾക്കും ഷഹീദിന്റെ പ്രതിഫലം നീ നൽകണേ റബ്ബേ. പടച്ചിറപ്പേ, ഇതുപോലുള്ള ക്രൂരന്മാരിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ചിറപ്പ് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.